അപ്പോൾ ഹായ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സർജറികളുടെ പേരാണ്. അപ്പോൾ നമുക്ക് വേഗം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെ. ഓക്കെ. അപ്പോൾ അതിൽ ആദ്യത്തേത് തന്നെ ആൻഡേഴ്സൺ ഹൈൻസ് ഓപ്പറേഷൻ. അത് ഈ കൺജനൈറ്റൽ പെൽവിക് യൂറിറ്ററി ജംഗ് ഒബ്സ്ട്രക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ്. പിന്നെ അടുത്തത് ബിഷപ്പ് കൂപ്പ് ഓപ്പറേഷൻ. അത് ഈ മ്യൂക്യോണിയം ഇലിയസ്, ഇപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് മ്യൂക്യോണിയം ഇലിയസ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് എന്ത് ബിഷപ്പ് കൂപ്പ് ഓപ്പറേഷൻ. പിന്നെ അടുത്തത് ഡുവാമെൽ, സ്വെൻസൺ, സോവെ, അതൊക്കെ എന്ന് പറയുന്നത് ഈ റെക്ടൽ പുൾ ത്രൂ പ്രൊസീജിയേഴ്സ്. അത് ഏതിന് വേണ്ടിയിട്ടാണ്? ഹിർഷ്പ്രഗ് ഡിസീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത് നോക്കി. ലൈക്ക് ഒരു നിയോനേറ്റ് മീക്കോണിയൊന്നും പാസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ PR ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് അത് അങ്ങനെയാണ് യൂഷ്വലി ഹിർഷ്പ്രഗ് ഡിസീസ്. അത് ഡൗൺ സിൻഡ്രത്തിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. അടുത്തത് ഫ്രീസ് പ്രൊസീജിയർ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ക്രോണിക് കാൽസിക് പാൻക്രിയാറ്റൈറ്റിസ് ഇല്ലേ, അതിൽ ആ പെയിൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രൊസീജിയറാണ്. ഫ്രീസ് മാത്രമല്ല, പിന്നെ ഡ്യുവാസ് പ്രൊസീജിയർ ഉണ്ട്, പിസ്റ്റോസ് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ഇതെല്ലാം ആ പാൻക്രിയാറ്റിക് ഡക്റ്റിൻ്റെ ഡയമീറ്റർ ഒരു 5 mm 7 mm കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് എന്ത് ഗ്രേ ഹാക്ക് ഷണ്ട്. അത് ഈ പ്രയാപ്പിസം എന്ന് വെച്ചാൽ പ്രൊലോങ്ഡ് ഇറക്ഷൻ ഫോർ മോർ ദാൻ 4 hours, അതിനാണ് പ്രയാപ്പിസം. അപ്പോൾ ഒരു ഷണ്ട് പോലെ ഉള്ള ഇതാണ് എന്ത് ഗ്രേ ഹാക്ക് ഷണ്ട് ഓപ്പറേഷൻ. പിന്നെ അടുത്തതാണ് എന്ത് ഹാൾഫീഡ് ഓപ്പറേഷൻ കോണിക്കൽ എക്സിഷൻ. അത് ഡക്ടെക്ടേസിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒരെണ്ണം അടുത്തത് ഹെല്ലേഴ്സ് കാർഡിയോ മയോട്ടമി. അത് അക്ലേഷ്യ കാർഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അക്ലേഷ്യ കാർഡിയയിൽ എന്താ മറ്റേ റിലാക്സ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് അവിടുത്തെ മസിൽസ് ഒന്ന് ചെത്തിയെടുക്കും. അപ്പോൾ അതാണ് എന്ത് ഹെല്ലേഴ്സ് കാർഡിയോ മയോട്ടമി. പിന്നെ അടുത്തത് നമ്മൾ ഈ ഈസോഫേഗൽ ക്യാൻസറിന് ചെയ്യുന്ന സർജറിയാണ് എന്ത് ഐവർ ലൂയിസ് ഓപ്പറേഷൻ. അത് ട്രാൻസ് തൊറാസിക് പോയിട്ട് റാഡിക്കൽ ഈസോഫാഗക്ടമി. അത് ക്യാൻസർ ഈസോഫാഗസിന് വേണ്ടിയിട്ടുള്ള അത് ഐവർ ലൂയിസ് മാത്രമല്ല, വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. ട്രാൻസയാറ്റൽ, അതിന് ഒറിങ്കർ എന്ന് പറയും. പിന്നെ ഐവർ ലൂയിസ് ഉണ്ട്. പിന്നെ 3 field ഈസോഫാഗക്ടമി. അതിൽ ഈ ഐവർ ലൂയിസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് അനാസ്റ്റമോട്ടിക് ലീക്കിനും സ്ട്രിക്ചറിനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്താ ഐവർ ലൂയിസ്. പിന്നെ അടുത്തത് എന്താ കസൈസ് പ്രൊസീജിയർ. അത് എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അട്രീഷ്യ എന്ന് വെച്ചാൽ അത് നിയോനേറ്റിൽ ഭയങ്കരമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് മാറ്റി വയ്ക്കേണ്ട ഒരു കണ്ടീഷനാണ് എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അട്രീഷ്യ. നമുക്ക് എത്ര 60 ദിവസത്തിനുള്ളിൽ, വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ആക്ച്വലി കസായി പ്രൊസീജിയർ നടത്തിയിരിക്കണം. പിന്നെ അടുത്തതാണ് എന്ത് ലാഡ്സ് പ്രൊസീജിയർ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മിഡ് ഗഡ് വോൾവുലസ് അല്ലെങ്കിൽ മാൽ റൊട്ടേഷൻ ഓഫ് ഗട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ലോങ്കോസ് പ്രൊസീജിയർ. അത് സ്റ്റാപ്പിൾഡ് ഹെമറോഡോപെക്സിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ്. പിന്നെ മില്ലിഗൻ മോർഗൻ, അതും ഹെമറോഡോക്ടമിക്ക് വേണ്ടിയിട്ടുള്ള അതൊരു ഓപ്പൺ പ്രൊസീജിയറാണ്. പിന്നെ പെരിയോണിസ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ് എന്ത് നെസ്ബിറ്റ് ഓപ്പറേഷൻ. അതിനെന്താ ചെയ്യണം? അത് പെനിസ് നമ്മളൊരു സൈഡിലൂടെ ബെൻഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ നോ അബ്സോർബിൾ സ്യൂച്ചർ വെച്ചിട്ട് ഒരു ഇതിടും. അപ്പോൾ ആ ബെൻഡിങ് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് നെസ്ബിറ്റ് ഓപ്പറേഷൻ. പിന്നെ അടുത്തതാണ് എന്ത് നിസൻസ് ഫണ്ടോപ്ലൈക്കേഷൻ. അതെന്തിനു വേണ്ടിയിട്ടുള്ളത്? ഗേഡ്, ഗ്യാസ്ട്രോയിസോഫേഗൽ റിഫ്ലക്സ് ഡിസീസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ നിസൻസ് ഫണ്ടോപ്ലൈക്കേഷൻ എന്ന് പറയുന്നത് എന്താ ഒരു 360 degree പോസ്റ്റീരിയർ കംപ്ലീറ്റ് ഇതാണ്. അപ്പോൾ ആ പേഷ്യൻറ്റ് നമുക്ക് ബർക്ക് ചെയ്യാൻ മറ്റേ ഒരു കട്ടെടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതിന് ആ പേഷ്യൻ്റ് എന്താ ഗ്ലാസ് ബോട്ട് സിൻഡ്രോം പോലത്തെ വരും. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാർഷ്യൽ റാപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്ന് ഡോറ്, ടോപ്പെട്ട്, ബെസ്ലി മാർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഗ്ലാസ് ബോട്ട് സിൻഡ്രോം, ബ്ലോട്ട് സിൻഡ്രോം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല. പിന്നെ അടുത്തത് എന്താ ഒറിങ്കസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒറിങ്കസ് എന്ന് പറഞ്ഞാൽ ട്രാൻസയാറ്റൽ ഈസോഫാഗക്ടമി, ഈസോഫേഗൽ ക്യാൻസറിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. പിന്നെ അടുത്ത രണ്ട് ഏകദേശം സെയിം പേരും അതിൻ്റെ 2 സാധനങ്ങൾ. ഒന്ന് പാൽമയുണ്ട്, ഒന്ന് പാലോമ പ്രൊസീജിയർ ഉണ്ട്. അതിൽ പാൽമ എന്ന് പറയുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസിനുള്ളതും പലോമ എന്ന് പറയുന്നത് വെരിക്കോസിലിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ്. പിന്നെ അടുത്തത് എന്താ പെറ്റീസ് ഓപ്പറേഷൻ ഓഫ് മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി. അത് ക്യാൻസർ ബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ്. എന്താണ് ഈ മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നത്? അതിൽ നമ്മൾ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എടുത്ത് കളയും, ഇൻക്ലൂഡിങ് പെക്ടോറിയൽസ് മേജർ, മൈനർ, അങ്ങനത്തെ സംഭവങ്ങൾ. ഇവിടെ മോഡിഫൈഡ് റാഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെക്ടോറിയൽസ് മേജർ എടുക്കാണ്ട് പെക്ടോറിയൽസ് മൈനറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈക്ക് സപ്പോസ് ഇപ്പോൾ നമ്മൾ പെക്ടോറിയൽസ് മൈനറിന് ജസ്റ്റ് നമ്മൾ റിട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഓഷൻ ക്ലോസ് എന്ന് പറയും. കട്ട് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് പൈറ്റീസ് അല്ലെങ്കിൽ സ്കാൻലോൺ, അങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കെ. പിന്നെ അടുത്തതാണ് പോയം. അതും അക്ലേഷ്യ കാർഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പെറോറൽ എൻഡോസ്കോപ്പിക് മയോക്ടമി. ഞാൻ പറഞ്ഞില്ല, അക്ലേഷ്യയിൽ റിലാക്സ് ചെയ്യുന്നില്ല,
അതുകൊണ്ട് നമ്മൾ എൻഡോസ്കോപ്പിക്കലി പോയിട്ട് അതിൻ്റെ മസിൽസ് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അടുത്തതാണ് എന്ത് സിസ്റ്റ്രങ് ഓപ്പറേഷൻ. അത് തൈറോഗ്ലോസൽ സിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സിസ്റ്റ്രങ് ഓപ്പറേഷൻ ഇപ്പോൾ തൈറോഗ്ലോസൽ സിസ്റ്റ് നമ്മൾ ഐ ആൻഡ് ഡി ഒന്നും ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ ഈ സിസ്റ്റ്രങ് ഓപ്പറേഷൻ ചെയ്യണം. എന്ന് പറയുമ്പോൾ എൻറ്റയർ ആ ട്രാക്റ്റ് നമ്മൾ മൊത്തം എക്സസൈസ് ചെയ്യണം. ഈവൻ ഒരു കുറച്ച് ഹൈവേഡ് ബോണിൻ്റെ കുറച്ച് ഫ്രാഗ്മെൻറ്റും കൂടി നമ്മൾ എടുക്കണം. അതിന് പകരം നമ്മൾ ഐ ആൻഡ് ഡി ആണ് ചെയ്തെങ്കിൽ നമ്മൾ എന്തുണ്ടാവുക, ഈ നമ്മളായിട്ട് ഈ തൈറോഗ്ലോസൽ സിസ്റ്റിനെ അതൊരു ഫിസ്റ്റിലാക്കി മാറ്റും. പിന്നെ അത് ഹീൽ ചെയ്യാനുണ്ടാവാൻ ചാൻസ് കുറവാണ്. പിന്നെ സെർട്ടാസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് ഈ ഗേർഡിന് വേണ്ടിയിട്ട് തന്നെയുള്ള പ്രൊസീജിയറാണ്. ഒരു റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഓഫ് ലോവർ ഈസോഫേഗൽ സ്ഫിങ്ക്റ്റർ. പിന്നെ സ്ട്രോങ്സ് പ്രൊസീജിയർ ഉണ്ട്. അത് SMA-ക്ക് വേണ്ടിയിട്ടുള്ള സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി സിൻഡ്രം. അത് യൂഷ്വലി ഇങ്ങനെ പേഷ്യൻ്റ് പെട്ടെന്നായിട്ട് വെയിറ്റ് കുറയുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇതാണ്. ലൈക്ക് ഒരു കംപ്രഷൻ കാരണം വരുന്ന ഇത്. പിന്നെ വിപ്പിൾസ് ഓപ്പറേഷൻ, അത് ഹെഡ് ഓഫ് പാങ്ക്രിയ ആൻഡ് പെരി ആംബുലറി ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളതാണ്. വിപ്പിൾസ് പ്രൊസീജിയർ ഭയങ്കര ലൈക്ക് നമ്മുടെ തിയേറ്ററിലൊക്കെ ഒരു വിപ്പിൾസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും എല്ലാവരും കാണാൻ തന്നെ പ്രൊസീജിയർ അല്ലേ. അതിൽ ലൈക്ക് ഇത്രയൊക്കെ അനോസ്റ്റമോസിസ് ആണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഹെപ്പാറ്റിക്കോ ജിജിനോസ്റ്റമി, ഗ്യാസ്ട്രോ ജിജിനോസ്റ്റമി ആൻഡ് പാങ്ക്രിയാറ്റിക്കോ ജിജിനോസ്റ്റമി. ഇനി സപ്പോസ് അതിൽ പൈലോറസ് പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലോക്ക്മൈൻ ട്രാവേഴ്സോ പ്രൊസീജിയർ എന്ന് കൂടിയും പറയും. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ മെയിനായിട്ട്? ഒന്ന് ആൻഡേഴ്സൺ ഐൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പാറ്റീസ് ഓപ്പറേഷൻ അതൊക്കെ എന്തായാലും ഓർത്തിരിക്കണം. വിപ്പിൾസ് എന്തായാലും ഓർത്തിരിക്കണം. പിന്നെ കസായിസ് പ്രൊസീജിയർ അതും ഓർത്തിരിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. നമ്മൾ ജസ്റ്റ് വേഗം സ്പീഡിലാണ് നോക്കിയേക്കണേ. അപ്പോൾ ശരിയെന്നാൽ ടാറ്റ.